സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം സാധാരണക്കാർക്ക് അങ്ങ് ദഹിക്കാത്ത സുവിശേഷമാണ്. കാരണം ശത്രുക്കളോട് ക്ഷമിക്കുവാൻ, അവര് ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേ ചെകിട്ട് കാണിച്ചു കൊടുക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ പറയുന്നത്. സാധാരണക്കാർക്ക് ഇതങ്ങ് പെട്ടെന്ന് ദഹിക്കുകയില്ല. എന്നാൽ നിനക്കൊരു മിനിസ്ട്രി ഉണ്ട്. ആ മിനിസ്ട്രി യഥാർത്ഥത്തിൽ ഈശോയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നീ എന്തുകൊണ്ടാണ് ക്ഷമിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നിന്നിലെ യേശുവിനെയാണ് നീ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നാം ക്ഷമിക്കുമ്പോൾ നാം വലിയൊരു പദ്ധതി അല്ലെങ്കിൽ വലിയൊരു ദൗത്യം നമ്മൾ പൂർത്തീകരിക്കുകയാണ്. നമ്മുടെ ഇടയിൽ വസിക്കുന്ന, നമ്മിൽ വസിക്കുന്ന യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ, ക്ഷമിക്കുവാനും പൊറുക്കുവാനും അതോടൊപ്പം തന്നെ എല്ലാം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുവാനുമൊക്കെ നിനക്ക് സാധിക്കുന്നത് നിന്റെ കഴിവല്ല, നിന്റെ മിടുക്കല്ല, മറിച്ച് ഈശോയുടെ പ്രവർത്തനമാണ്. ഈശോ പറഞ്ഞില്ലേ, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രനാണ് അധികാരമുള്ളതെന്ന്. അപ്പോൾ ആ മനുഷ്യപുത്രൻ നിന്നിൽ വസിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് അവർക്ക് മനസ്സിലാകുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവർക്കത് മനസ്സിലാകും. അങ്ങ് മനസ്സിലാകുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമായി നിന്റെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലും സംഭവിക്കും. അതിനുള്ള കൃപാവരം ലഭിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.